Hi everyone, welcome to TOS Academy. ഇതൊരു മെഗാ പാക്ക് റാപ്പിഡ് റിവിഷൻ വീഡിയോയാണ്. റീസെന്റ് ആയിട്ട് നടന്ന സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കഷനും ഉണ്ട്. എല്ലാവരും വീഡിയോ വ്യക്തമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോർട്ടിസോൾ is secreted by ഓപ്ഷൻ സോണ റെറ്റിക്കുലാരിസ്, സോണ ഫാസിക്കുലേറ്റ, സോണ ഗ്ലോമെറുലോസ, സോണ മാക്യുലേറ്റ. ഇതില് കോർട്ടിസോൾ സെക്രേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അഡ്രിനൽ ഗ്ലാൻഡ് നമുക്കറിയാം അല്ലെ? അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്, കോർട്ടെക്സ് അതേപോലെ തന്നെ മെഡുല. കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔട്ടർ പോർഷൻ ആണ്, മെഡുല എന്ന് പറയുമ്പോൾ ഇന്നർ പോർഷൻസ് ആണ്. സോ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഭാഗമാണ് അഡ്രിനൽ കോർട്ടെക്സ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 layers. സോ കോർട്ടെക്സ് ഭാഗം, അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഭാഗം 3 layers ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. They are സോണ റെറ്റിക്കുലാരിസ്, സോണ ഫാസിക്കുലേറ്റ, സോണ ഗ്ലോമെറുലോസ. അതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉള്ളത്. അപ്പൊ അതെല്ലാം ഏത് ഭാഗങ്ങളാണ്? സോണ റെറ്റിക്കുലാരിസ് മീൻസ് കോർട്ടെക്സിന്റെ ഇന്നർ മോസ്റ്റ് റീജിയൻ ആണ്. ഫാസിക്കുലേറ്റ മിഡിൽ ഭാഗമാണ്. സോണ ഗ്ലോമെറുലോസ ഔട്ടർ മോസ്റ്റ് ഭാഗമാണ്. സോ റീജിയൻസ് എല്ലാം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഓരോന്നിന്റെ സെക്രീഷൻസ് നോക്കാം. സോണ ഗ്ലോമെറുലോസ, ദാറ്റ് മീൻസ് കോർട്ടെക്സിന്റെ ഔട്ടർ മോസ്റ്റ് ഭാഗം. അത് സെക്രേറ്റ് ചെയ്യുന്നത് മിനറലോ കോർട്ടിക്കോയിഡ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റെറോൺ. സോണ റെറ്റിക്കുലാരിസ്, അതായത് ഇന്നർ മോസ്റ്റ്, സെക്രേറ്റ് ചെയ്യുന്നത് ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ ഈസ്ട്രജൻ, ആൻഡ്രോജൻ. സോണ ഫാസിക്കുലേറ്റ എന്ന് പറയുമ്പോൾ മിഡിൽ പോർഷൻ ആണ്. അത് സെക്രേറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ ലൈക്ക് കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റെറോൺ ആൻഡ് കോർട്ടിസോൺ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോർട്ടിസോൾ സെക്രേറ്റ് ചെയ്യുന്നത് ഏത് ലെയർ ആണ്? കോർട്ടിസോൾ സെക്രേറ്റ് ചെയ്യുന്നത് ആരാണ്? കോർട്ടിസോൾ ഇസ് സെക്രേറ്റഡ് ബൈ ഏതാണ്? സോണ ഫാസിക്കുലേറ്റ. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, സോണ ഫാസിക്കുലേറ്റ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് മാത്രമല്ല, സോണ ഫാസിക്കുലേറ്റ മാത്രമല്ല, ബാക്കിയുള്ള 2 ലെയേഴ്സും അതിന്റെ സെക്രീഷൻസും എല്ലാം കൃത്യമായിട്ട് നോക്കുക. The sum of squares of deviation for 10 observation taken from mean 50 is 250. Then the coefficient of variation is. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇക്വേഷൻ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻടു 100. ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. സോ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫോർ 10 ഒബ്സർവേഷൻ. 10 observation taken from mean 50 തന്നിട്ടുണ്ട്, is 250. So sum of squares of deviation for 10 observation taken from mean 50 is 250. So deviationന്റെ sum of square കൊടുത്തിട്ടുണ്ട്. So standard deviation കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് സ്ക്വയർ റൂട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് തന്നിരിക്കുന്ന 250, സ്ക്വയർ റൂട്ട് ഓഫ് 250 ഡിവൈഡഡ് ബൈ 10. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 5 ലഭിച്ചു. ഇനി അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുകയാണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സിഗ്മ ബൈ മീൻ ഇൻടു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ബൈ മീൻ എത്രയാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, മീൻ 50 അല്ലെ, 5 ബൈ 50 ഇൻടു 100. സോ നമുക്ക് അവിടെ ഉത്തരം ലഭിക്കുന്നത് എത്രയാണ്? ദ റൈറ്റ് ആൻസർ ഇസ് 10% ആണ് ശരി ഉത്തരം. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following maternal effect gene products regulate the formation of posterior part of Drosophila embryo? Options nanos and caudal. Option B nanos hunchback. Option C bicoid and hunchback. Option D bicoid and caudal. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതില് വ്യക്തമായിട്ട് ആന്റീരിയർ ഭാഗവും പോസ്റ്റീരിയർ ഭാഗവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. ആന്റീരിയർ ഭാഗം നോക്കുവാണെങ്കിൽ അവിടെ 2 പ്രോട്ടീൻസ് ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച്ബാക്ക്. അത് രണ്ടുമാണ് ആന്റീരിയർ പോർഷനിൽ കൂടുതലായിട്ട് വന്നത്. ദെൻ പിന്നീട് അവരുടെ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ദെൻ പോസ്റ്റീരിയറിലേക്ക് എത്തുമ്പോഴേക്കും തീർത്തും ഇല്ലാതാകും. അതേപോലെ തന്നെ പോസ്റ്റീരിയർ പാർട്ടിൽ വരുന്നത് മറ്റൊരു പേരാണ് അല്ലെ, 2 പ്രോട്ടീൻസ് പോസ്റ്റീരിയർ എൻഡിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് കൗഡൽ. അതേപോലെ തന്നെ അടുത്ത നെയിം ഏതാണ്? നാനോസ്. കൗഡൽ ആൻഡ് നാനോസ് ആണ് പോസ്റ്റീരിയർ എൻഡിൽ വന്നത്.
അവരുടെ കോൺസെൻട്രേഷൻ പോസ്റ്റീരിയറിൽ കൂടുതലാണ്, കുറഞ്ഞു വരും, ആന്റീരിയറിലേക്ക് എത്തുമ്പോഴേക്കും തീർത്തും ഇല്ലാണ്ടാകും. ആന്റീരിയർ ഭാഗത്ത് വന്നത് ഏതൊക്കെയാണ്? ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക്. പോസ്റ്റീരിയർ ഭാഗത്ത് വന്നത് കൗഡൽ ആൻഡ് നാനോസ്. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. സോ നമുക്ക് ഉത്തരം ലഭിച്ചല്ലോ. ചോദ്യത്തിൽ ചോദിച്ചിരുന്നത് പോസ്റ്റീരിയർ പാർട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? റൈറ്റ് ആൻസർ ഏതാണ്? നാനോസ് ആൻഡ് കൗഡൽ ആയിരുന്നു ശരി ഉത്തരം. ഇനി അഥവാ പോസ്റ്റീരിയറിന് പകരം ആന്റീരിയർ ആയിരുന്നെങ്കിൽ ഉത്തരം ഏത് വന്നേനെ? പോസ്റ്റീരിയറിന് പകരം ആന്റീരിയർ ആയിരുന്നെങ്കിൽ ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക് വന്നേനെ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ നമുക്ക് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇവന്റ്സ് ഡ്യൂറിംഗ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ നമ്മൾ പറയണം. സോ ഇതൊരു വീണ്ടും ഒരു ഡയഗ്രാമിന്റെ സഹായത്തോടെ നമുക്കിതൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ മെൻസ്ട്രുവൽ സൈക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ആദ്യത്തെ ഡേയ്സിൽ നമുക്ക് അവിടെ കൂടുന്ന ഹോർമോൺ ഏതാണ്? FSH ആണ് അല്ലെ? റെഡ് നോക്കുക, റെഡ് ലൈൻ ആണ്. FSH അവിടെ കൂടുതലാണ്, LH കുറവാണ്. സോ എല്ലാ ഓപ്ഷൻസും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FSH റൈസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് 4ലും കറക്റ്റ് ആണ്. FSH റൈസ് ആണ് ആദ്യം വന്നത്. പിന്നെ അടുത്ത നോക്കാം, FSH ആദ്യം കൂടും, ദെൻ അതിനുശേഷം ഓവുലേഷന്റെ ഒക്കെ സമയം ആവുമ്പോഴേക്ക് എന്ത് പറ്റും? FSH അവിടെ കുറഞ്ഞു. ഓവുലേഷൻ ആണ് ഈ ഒരു ലൈൻ, സെന്ററിലുള്ള ലൈൻ കാണിച്ചിരിക്കുന്നത്. ഓവുലേഷൻ കൃത്യം ഒരു മിഡിലിൽ വന്ന ഡേയ്സ് അല്ലെ, 28 ഡേ സൈക്കിളിൽ ഒരു 14 ആ ഒരു റേഞ്ചിൽ വന്ന ഒരു സമയം, ദാറ്റ് ഈസ് ഓവുലേഷൻ. ഓവുലേഷൻ ആണ് ഈ മിഡിൽ ലൈൻ കാണിച്ചിരിക്കുന്നത്. സോ ഓവുലേഷന്റെ സമയത്ത് അവിടെ കൂടുന്നത് ഏത് ഹോർമോൺ ആണ്? FSH അവിടെ കുറയും. പിന്നെ അവിടെ കൂടുന്നത് ഏതാണ്? LH ആണ്. LH ഒരു സഡൻ ഇൻക്രീസ് ആണ്, അതുകൊണ്ടാണ് ആ ഗ്രാഫ് വളരെ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ LH, എർജ് ഓഫ് LH ആണ് അവിടെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഓവുലേഷൻ വരുന്നത്. ഓവുലേഷന്റെ ലൈൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. FSH കഴിഞ്ഞിട്ട് LH വന്നത് ഏതാണ്? ഓപ്ഷൻ ഡിയിലാണല്ലോ. ആദ്യം FSH വന്നിട്ടുണ്ട്, കറക്റ്റ്. അതിനുശേഷം LH അല്ലെ, കറക്റ്റ് ആണ്. LHന് ശേഷമാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. അപ്പൊ ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്തായാലും തെറ്റാണ്. FSH, LH, സർജ് ആൻഡ് ഓവുലേഷൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. then അതിനുശേഷം എന്തൊക്കെയാണ്? ലൂട്ടിയൽ ഫേസ് ആൻഡ് മെൻസ്റ്റുറേഷൻ. സോ ലൂട്ടിയൽ ഫേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ സെക്രീറ്ററി ഫേസ്. എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ തിക്കനിങ് നടക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ സെക്രീറ്ററി ഫേസ്, ദാറ്റ് ഈസ് ലൂട്ടിയൽ ഫേസ്. അത് കഴിഞ്ഞിട്ടാണ് then മെൻസ്റ്റുറേഷൻ അവിടെ സംഭവിക്കുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. The F1 dihybrid ratio of 9:3:4 is observed when the genes involved exhibit dominant epistasis, codominance, complementary gene interaction, and recessive epistasis. നോർമൽ റേഷ്യോ അറിയാലോ, നോർമൽ ഡൈഹൈബ്രിഡ് റേഷ്യോ 9:3:3:1. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 9:3:4. ഈ ഒരു F1 ഡൈഹൈബ്രിഡ് റേഷ്യോ ഏതൊരു സമയത്താണ്, തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതൊരു സമയത്താണ് ഈ ഒരു റേഷ്യോ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഡിഫറെന്റ് റേഷ്യോസ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിന്റെ നോക്കുക. ഡോമിനന്റ് എപ്പിസ്റ്റാറ്റിസ് 12:3:1 ആണ് അതിന്റെ റേഷ്യോ. അപ്പൊ ഓർത്തിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നോർമൽ ഡൈഹൈബ്രിഡ് റേഷ്യോ അറിയാലോ, 9:3:3:1. അപ്പൊ ഡോമിനന്റ് എപ്പിസ്റ്റാറ്റിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ 9 and 3 അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ ലഭിക്കുമല്ലോ 9 + 3 12:3:1 നമുക്ക് അവിടെ ലഭിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമല്ലേ. ഇനി അടുത്ത നോക്കുക, റെസസീവ് എപ്പിസ്റ്റാറ്റിസ്. റെസസീവ് എപ്പിസ്റ്റാറ്റിസിലാണെങ്കിൽ 9:3:4 ആണ്. അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 9:3:4 എന്ന് പറയുമ്പോൾ, റെസസീവ് എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി, അവസാനത്തെ 2 നമ്പേഴ്സ്. സോ നമുക്ക് അവിടെ 9:3:4 ലഭിച്ചു. അതും ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. ഇനി അടുത്ത നോക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ഡോമിനന്റ് എപ്പിസ്റ്റാറ്റിസ്. ഡ്യൂപ്ലിക്കേറ്റ് ഡോമിനന്റ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 എണ്ണം അങ്ങ് ആഡ് ചെയ്യാം. സോ നമുക്ക് അവിടെ ലഭിക്കുന്നത് എത്രയാണ്? 15:1 ലഭിക്കുമല്ലോ. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റെസസീവ് എപ്പിസ്റ്റാറ്റിസ് ആണെങ്കിൽ എങ്ങനെയാണ്? അവസാനത്തെ 3 എണ്ണം ആഡ് ചെയ്യുക. സോ 9:7 അവിടെ ലഭിക്കും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിൽ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പൊ നോർമലി ഡൈഹൈബ്രിഡ് റേഷ്യോ 9:3:3:1 മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ 9:3:4 എന്ന് പറയുമ്പോൾ അത് ഏതാണ് ശരി ഉത്തരമായിട്ട് വന്നത്? റെസസീവ് എപ്പിസ്റ്റാറ്റിസ് ആണ് റൈറ്റ് ആൻസർ. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ മോളിക്കുലാർ ബയോളജിയിൽ നിന്നുള്ളതാണ്. ദ കോഡോൺ വിച്ച് ഈസ് കോൾഡ് ഒക്രേ.
ഓപ്ഷൻസ് UAA, UAG, UGA, UGG. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോളിക്കുലർ ബയോളജിയിൽ സ്റ്റോപ്പ് കോഡോൺസ് നമുക്കറിയാം അവിടെ 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ് വരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. പോക്രെ എന്നറിയപ്പെടുന്ന സ്റ്റോപ്പ് കോഡോൺ ഏത്? അതാണ് ചോദ്യം. പോക്രെ എന്ന് പറയുന്ന UAA ആണ്. അതേപോലെ തന്നെ UAG നോക്കുക, ഇറ്റ് ഇസ് ആംപർ. ദെൻ UGA, ദാറ്റ് ഈസ് ഒപ്പൽ. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ഓക്രെ എന്നറിയപ്പെടുന്നത് ഏത് കോഡോൺ ആണ്? ഇറ്റ് ഇസ് UAA. The right answer ഏതാണ്? ഓപ്ഷൻ A. UAA is the right answer. Next question. Which of the following best describe theory of punctuated equilibrium? Options വന്നിരിക്കുന്നത് evolutionary change occurs gradually and continuously over long period of time. Next option, evolutionary change occurs rapidly in response to sudden environmental changes. Next option, evolutionary change occur in small incremental steps over short period of time. And finally, the last option, evolutionary change occurs through the inheritance of acquired traits. So, punctuated equilibrium എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയഗ്രാം വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള 2 മോഡൽസ് ആണ്. ഒന്ന് ഗ്രാജുവലിസം, ഓർക്കാട്ടോ, ഒന്ന് ഗ്രാജുവലിസം, ദെൻ മറ്റൊന്ന് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഇപ്പൊ രണ്ടും ഈ ഡയഗ്രാമിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആണ്. അപ്പൊ പങ്ക്ച്വലിസം നോക്കാം ആദ്യം. അപ്പൊ അതാണല്ലോ നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം മോഡത്തില്. സോ ഇവിടെ എവല്യൂഷണറി ചേഞ്ച് സംഭവിക്കണം നോക്കാം. പെട്ടെന്ന് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു എവല്യൂഷണറി ചേഞ്ച് ആണ് അല്ലെ, പെട്ടെന്ന് ഈ ഒരു രീതിയിൽ പോയിട്ട് പെട്ടെന്ന് റാപ്പിഡ് എവല്യൂഷണറി ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. സോ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിൽ എവല്യൂഷണറി ചേഞ്ച് റാപ്പിഡ് ആയിട്ടാണ് നടക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗ്രാജുവലിസം നോക്കാം. ഗ്രാജുവലിസം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്രാജുവൽ ആയിട്ടാണ് ഇവിടെ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഈ 2 പേര് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് അവിടെ ഉത്തരം ലഭിച്ചിട്ടുണ്ടല്ലോ. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴേക്കും എവല്യൂഷണറി ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് റാപ്പിഡ്ലി in response to sudden environmental change. Option B ആണ് ശരി ഉത്തരം. The next question, the frequency of dominant allele in a Mendelian population 0.6. Calculate frequency of heterozygous individual in a population. ഹാർഡി-വൈൻബർഗ് ഇക്വിലിബ്രിയം അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണിത്. ഹാർഡി-വൈൻബർഗിനെ ബേസ് ചെയ്തിട്ട് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഡോമിനന്റ് അല്ലിൽ തന്നിട്ടുണ്ട് 0.6. ഡോമിനന്റ് അല്ലിൽ ക്യാപിറ്റൽ എ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പി ആണ്. റെസസീവ് അല്ലിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ക്യൂ. അതേപോലെ തന്നെ ഹെട്രോസൈഗസ് ആണെങ്കിൽ ഹെട്രോസൈഗസ് എപ്പോഴും 2 എണ്ണം അല്ലേ ഒരു മെൻഡീലിയൻ റേഷ്യോയിൽ നമ്മൾ പറയുന്നത് അല്ലെ, 2 എണ്ണമാണ്. സോ അവിടെ നമുക്ക് 2pq ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഡോമിനന്റ് അല്ലിൽ 0.6 തന്നു, ദാറ്റ് ഈസ് പി എന്ന് പറയുന്നത് 0.6 ആണ്. ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവിടെയുള്ള ഇക്വേഷൻ ആണ്, ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. വെരി ഇമ്പോർട്ടന്റ് ആണ്. P plus Q is equal to 1. ഓക്കെ, ഇനി നമ്മൾ P plus Q equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Q കണ്ടുപിടിക്കുക. Q എന്ന് പറയുമ്പോൾ 1 മൈനസ് P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.6 ഈക്വൽ ടു 0.4. നമുക്ക് Q ലഭിച്ചിട്ടുണ്ട്. P ലഭിച്ചു, Q ലഭിച്ചു. P എത്രയാണ്? P ഓൾറെഡി ചോദ്യത്തിലുണ്ട് 0.6. Q നമ്മളിപ്പോ കണ്ടുപിടിച്ചു. Q എത്രയാണ്? 0.4 ആണ് Q. 2pq നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അതാണ് നമുക്ക് ചോദ്യത്തിലുള്ളത്. ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതായത് 2pq കണ്ടുപിടിക്കണം. അതായത് ഈ 2pq എന്ന് പറയുമ്പോൾ 2 into 0.6 into 0.4. നമുക്ക് അവിടെ ഉത്തരം വന്നത് എത്രയായിരിക്കും? 0.48 ആണ് ഉത്തരം. ശരി ഉത്തരം ഏതാണ്? അപ്പൊ ഓപ്ഷൻ എ 0.48. The next question, physiological fuel value of protein is dash kilocalorie per gram. Option 5.65, 4, 9.45, 4.45. എന്താണ് ഒരു ഫിസിയോളജിക്കൽ വാല്യൂ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റഡ് ഇൻ ദ ബോഡി ഫ്രം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. അതിനെയാണ് ഫിസിയോളജിക്കൽ വാല്യൂ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിനും പ്രോട്ടീനും ഫാറ്റിനും വ്യത്യാസമാണ്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 4 കിലോ കാലറി പെർ ഗ്രാം, 4 ആണ്. പ്രോട്ടീൻ ആണെങ്കിലും സെയിം 4. ഫാറ്റ് ആണെങ്കിൽ കൂടുതലാണ്, 9 കിലോ കാലറി പെർ ഗ്രാം ആണ് വരുന്നത്. നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ഫിസിയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 4 കിലോ കാലറി പെർ ഗ്രാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗാനിസം ഇസ് ഓൾവേസ് ഈക്വൽ ടു. ഓപ്ഷൻസിലുള്ളത് നമ്പർ ഓഫ് എക്സ് ക്രോമസോം, നമ്പർ ഓഫ് വൈ ക്രോമസോം, നമ്പർ ഓഫ് പാർ ബോഡി, ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ഓർഗാനിസം. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമ്പർ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ഓർഗാനിസം.
ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി? ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഓവർ ആക്ടിവിറ്റി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ടു ആന്റിജൻ. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആന്റിജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ അലർജി അല്ലെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെ അലർജി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത്. ആദ്യത്തെ നോക്കുക, ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് ഓൾസോ കോൾഡ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അത് റോങ് ആണ്. ടൈപ്പ് 3 അല്ല, ടൈപ്പ് 4 ആണ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. ഡിലേഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സിംറ്റംസ് വരാനായിട്ട് ഒരു 24 hours എങ്കിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇസ് മീഡിയേറ്റഡ് ബൈ IgE ആന്റിബോഡി. അത് വളരെ ശരി ഉത്തരം. രണ്ടാമത്തേത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്കുക, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആൻഡ് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ ആർ എക്സാമ്പിൾ ഓഫ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതും ശരിയായിട്ടുള്ള ഉത്തരവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസിലുള്ളത് ഓപ്ഷൻ എ 1 and 2 only, then option B 1 and 3 only, option C 2 and 3 only, option D 1, 2 and 3. മൂന്നും ശരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓൾറെഡി നമ്മൾ നോക്കിയല്ലേ, 1 തെറ്റാണ്, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി is the right answer. The next question, fetal hemoglobin contains 2 alpha 2 beta subunit, 3 alpha 1 beta subunit, 2 alpha 2 gamma subunit, 1 alpha and 3 gamma subunit. So different types of hemoglobin നമുക്കൊന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ A1 ഉണ്ട്, ഹീമോഗ്ലോബിൻ A2, ഹീമോഗ്ലോബിൻ F. ഹീമോഗ്ലോബിൻ F ആണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഹീമോഗ്ലോബിൻ A1 ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 90% ഹീമോഗ്ലോബിൻ A1 ആയിരിക്കും വരുന്നത്. ഹീമോഗ്ലോബിൻ A1ന്റെ സബ് യൂണിറ്റ് ഏതൊക്കെയാണ്? 2 ആൽഫ 2 ബീറ്റ. ഹീമോഗ്ലോബിൻ A2 കുറവായിരിക്കും, കാരണം ഓൾറെഡി പറഞ്ഞു 90% A1 ആയിരിക്കുള്ളൂ. A2 ആൽഫ 2, അതേപോലെ തന്നെ ഡെൽറ്റ 2. ഹീമോഗ്ലോബിൻ F ആണെങ്കിലോ 2 ആൽഫ ആൻഡ് 2 ഗാമ സബ് യൂണിറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഫീറ്റൽ ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് 2 ആൽഫ ആൻഡ് 2 ഗാമ സബ് യൂണിറ്റ്.